ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഞാനൊന്ന് സോഫ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സോഫ്റ്റ് ദോശയുടെ ഇഡലിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്തൊക്കെ ട്രൈ ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ദോശയും ഇഡലിയും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടിനും ഒരു മാവ് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ ഗ്ലാസ്സിലാണോ ഉഴുന്ന് അളന്നെടുക്കുന്നത് ബാക്കിയെല്ലാം അതിൽ തന്നെ അളന്നെടുക്കുക. അപ്പോൾ 1 കപ്പ് ഉഴുന്നിന് ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഇഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇഡലി അരി അല്ലെങ്കിൽ ദൊപ്പി അരി എന്നൊക്കെ പറയും. ഇപ്പോൾ ഇഡലി അരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇപ്പോൾ ഇഡലി അരി ഇല്ലെങ്കിൽ 1 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി പുഴുങ്ങലരിയും എടുക്കുക. അപ്പോൾ തന്നെ 2 ഗ്ലാസ് അരിയാവും. ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഉഴുന്നിന് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കണം, കാരണം ഉഴുന്ന് നല്ലപോലെ വെള്ളം വലിച്ചെടുക്കും. നമ്മൾ ഈ കുതിർന്ന് വരാൻ വെച്ചിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഉഴുന്നും അരിയൊക്കെ കഴുകിയെടുക്കാൻ പറഞ്ഞത്. ഇനി അരിയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 5 മുതൽ 6 മണിക്കൂർ വരെ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയും ഉഴുന്നും ഒക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അതിനു മുന്നേ ഞാനിവിടെ 1/2 ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട്. ഉഴുന്നൊക്കെ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് 1/2 ഗ്ലാസ് അവലെടുത്തിരിക്കുന്നത്. അപ്പം അവലില്ലെങ്കിൽ 1/2 ഗ്ലാസ് ചോറ് എടുത്താൽ മതി. പക്ഷേ അവലുണ്ടെങ്കിൽ അവൽ തന്നെ എടുക്കുക. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അവല് കുതിർന്ന് വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നിൽ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം പിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കൂടുതൽ വെള്ളം വേണം. അപ്പോൾ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ചൂടാവാൻ പാടില്ല. ഒന്നുകിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാനിവിടെ 4 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോവണ്ട, നമ്മൾ ഇഡലിക്കാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ മാക്സിമം വെള്ളം കുറച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഈ ഐസ് ക്യൂബ്സ് ഒക്കെ ഒന്ന് അലിഞ്ഞു വരട്ടെ. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തണുത്ത വെള്ളം ആയതുകൊണ്ട് നമ്മുടെ മിക്സി ഒന്നും അധികം ചൂടാവില്ല. ഇപ്പോൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് അരയ്ക്കുമ്പം ചൂടായി പോയാൽ മാവ് പൊങ്ങി വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുന്നത്. ഇനി നമുക്ക് അരിയും അവലും കൂടെ അരച്ചെടുക്കണം. അരി അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കരുത്. ഉഴുന്ന് അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടും അരയ്ക്കണം. അരി അരയ്ക്കുമ്പോൾ കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞിട്ട് അരി കംപ്ലീറ്റ് അതുപോലെ കിടക്കരുത്, ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയ തരികൾ കാണാനില്ലേ? ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നും അരിയും അവലും എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തവിയിട്ട് മിക്സ് ചെയ്യരുത്. കൈ നല്ലവണ്ണം കഴുകിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നത്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചാൽ പിറ്റേന്ന് നമുക്ക് ഉപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വയ്ക്കണം. അടച്ചു വയ്ക്കുമ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്ത് വയ്ക്കരുത്. കുറച്ച് എയർ അകത്തോട്ട് കടക്കണം. ഞാനിവിടെ ഒരു നെറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ടാലും മതി. നമ്മൾ നിൽക്കുന്ന ക്ലൈമറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇത് പൊങ്ങി വരാൻ എടുക്കുന്ന സമയം. ഞാനിപ്പോൾ ഇവിടെ UAE-യിലായതുകൊണ്ട് നല്ല ചൂടാണ്. എന്നിട്ടും എനിക്കൊരു 12 മണിക്കൂറൊക്കെ എടുക്കും നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 15-16 മണിക്കൂറൊക്കെ വേണം. നാട്ടിലെ അമ്മ മാവ് അരയ്ക്കുമ്പോൾ വൈകിട്ട് 4 മണിക്കൊക്കെ അരച്ചു വയ്ക്കും. അപ്പോൾ പിറ്റേന്ന് രാവിലെ 6 മണിക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ താമസിച്ചു പോയാൽ പൊങ്ങി വരില്ല. പൊങ്ങി വരാതെ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കിയാൽ കല്ല് പോലെ ഇരിക്കും, ഒട്ടും ടേസ്റ്റും കാണില്ല. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് അരച്ചു വെച്ചിട്ട് നോക്കുക എത്ര സമയമാണ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ നേരത്തെ അരച്ചു വെച്ചാൽ മതിയല്ലോ. നല്ല തണുപ്പുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ഓവനകത്ത് ലൈറ്റ് ഇട്ടിട്ട് വെച്ചാലും മതി. ഇവിടെ ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് വരാറുണ്ട്. ആ സമയത്ത് ഓവൻ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഈ മാവൊന്ന് ഇറക്കി വെക്കാം. നല്ല ചൂടുള്ള വെള്ളമല്ല, ചെറുതായിട്ടൊന്ന് ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചാലും ഇത് നന്നായിട്ട് പൊങ്ങി വരും.
അപ്പോൾ രാവിലെ ആയി 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തവി കൊണ്ട് ഇളക്കുമ്പോൾ ഭയങ്കര സ്പീഡിലിട്ടിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അങ്ങനെ മിക്സ് ചെയ്താലും സോഫ്റ്റ് ഇഡലിയും ദോശയും കിട്ടില്ല. അപ്പോൾ മാവ് ഇളക്കുമ്പോൾ ഇതുപോലെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ പത പോലെ ഇരിക്കുന്നത് പോവരുത്. നമ്മൾ ഇന്നലെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് സോഫ്റ്റ് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണ്, കുറച്ചും കൂടെ സോഫ്റ്റ് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ തട്ടിൽ എണ്ണ തേച്ചിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെന്തോ ഒന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റാം. തണുത്തതിന് ശേഷം മാത്രമേ തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാവൂ. അപ്പം അത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. അപ്പോൾ ചൂട് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ചൂട് പാനിൽ കൂടിപ്പോയാലും നമുക്ക് ദോശ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇനി ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്താൽ മതി. മീഡിയം തീയിലിട്ടിട്ട് വേണം ദോശ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ കുമ്പളകൾ വന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് എടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഞാൻ അടുത്തത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അതിന് മുന്നേ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തുടയ്ക്കാം. എന്നിട്ട് അടുത്ത തവി മാവ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ മൊത്തം മാവും ആവശ്യമില്ലെങ്കിൽ അതിൽ മൊത്തത്തിൽ ബേക്കിംഗ് സോഡ ചേർക്കരുത്. ആവശ്യമുള്ള മാവ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ബേക്കിംഗ് സോഡ ചേർക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഈ മാവ് കൂടുതൽ പുളിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. ഞാൻ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് ഇഡലിക്കും സാമ്പാറിനൊക്കെ അരച്ച് വെക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.